ഹായ് ഗായ്സ്, ഐ യുവർ അൺസീൻ ഗേൾ. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന്, അതായത് കോളേജിൽ നിന്ന് കൊളീഗ്സ് എല്ലാവരും കൂടിയും 2 കൊളീഗിൻ്റെ ഒരാളുടെ ഫെയർവെല്ലും ഒരാളുടെ ബ്രൈഡ് ടു ബിയും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ബിഗ് ബ്രൂസ്കി എന്ന് പറഞ്ഞിട്ട് ഹെണ്ണൂർ റോഡ് ബാംഗ്ലൂരിലുള്ള ഒരു റെസ്റ്റോ പബ്ബിൽ ഞങ്ങളൊരു 10 മെമ്പേഴ്സ് പോയിരുന്നു. അതിൻ്റെയാണ് വീഡിയോ ഇന്നത്തെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്റ്റാഫ്, അവരുടെ ഒരു ചെറിയ പ്രോഗ്രാമാണ്. അവർ ഓൾ ഓഫ് എ സഡൻ ഒരു പോഡിയത്തിൽ വന്ന് നിന്ന് നൈസ് സോങ്സിന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. നന്നായിരുന്നു. അത് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. നല്ല ആംബിയൻസ് ആട്ടോ അവിടെ. റിയലി ഗുഡ്. സോ അങ്ങനെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അതൊക്കെ. അതിനുശേഷം പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊള്ളായിരുന്നു. ബട്ട് സം ഓഫ് ദ ഡിഷസ് കുറച്ച് ടേസ്റ്റ് കുറവ് പോലെ തോന്നി. ബട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ 10 പേരല്ലേ പോയത്. അതുകൊണ്ട് പോക്കറ്റിലേക്ക് അത്ര കനം വീണില്ല എന്ന് പറയാം. പിന്നെ ഞങ്ങളാരും ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചില്ല. എല്ലാവരും മോക്ടെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കൊന്നും റേറ്റ് ഒന്നും വന്നില്ല കേട്ടോ. പെർ ഹെഡ് ഞങ്ങൾക്ക് 800 സംതിങ്ങേ വന്നുള്ളൂ. നമ്മൾ കുറേ സ്റ്റാർട്ടേഴ്സ് ചെന്നപ്പോൾ തന്നെ കുറേ പേര് വന്നുകൊണ്ടിരിക്കും. ലേറ്റായി ഞങ്ങളുടെ ഗ്യാങ് എല്ലാം എത്താൻ. അപ്പം ഞാൻ ആദ്യം തന്നെ എത്തിയ ഗ്യാങ്ങിലായതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്ത് സ്റ്റാർട്ടേഴ്സ് തന്നെ കഴിച്ച് വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ ബിയർ ബാറ്റഡ് ഓണിയൻ റിങ്സ് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആയൊരു ഡിഷാണ്. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും മുമ്പ് വേറെ റെസ്റ്റോറൻറ്റിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ വെറുതെ അത് വന്നപ്പോൾ പറഞ്ഞു ഇതെന്താ വട പോലെ ഉണ്ടല്ലോ എന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു കാണാൻ. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ശരിക്കും വട പോലെ ആയിരുന്നു. ഓണിയൻ റിങ്സിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ വന്നില്ല കേട്ടോ. അപ്പോൾ അതിലൊരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അതല്ലാതെ പിന്നെ മഷ്റൂം ചീസ് റോള്, പിന്നെ എന്തൊക്കെ പനീറിൻ്റെ കുറച്ച് ഐറ്റംസ്, പൊട്ടാറ്റോ വെഡ്ജസ്, അതൊക്കെ കഴിച്ചു. നമ്മുടെ കൂടെ ഒരു ഒരു ബേബി അല്ല, ഒരു ചൈൽഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞിട്ട് പൊട്ടാറ്റോ വെഡ്ജസും പിസ്സയും എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര തിൻ ഇതും പിന്നെ അത്ര ക്രഞ്ചി അല്ലായിരുന്നു. അത് വിട്ട പാസ്ത വാസ് റിയലി ഗുഡ്. റോട്ടി കറി വാസ് ഗുഡ്. ഗാർലിക് ബ്രെഡ് വാസ് ഗുഡ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഓണിയൻ റിങ്സ്. ശരിക്കും വട പോലെ നോക്കൂ.